ഏറെ ഏറെ തോന്നല് തോന്നി നാവിൻ തുമ്പില്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മെൽബൺ കേരള കഫേ. യൂട്യൂബിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന തോന്നൽ മ്യൂസിക് വീഡിയോയിൽ അഹാന കൃഷ്ണ ഉണ്ടാക്കിയ ചോക്ലേറ്റ് സോൾ കേക്ക് ആണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. ഈ കേക്ക് ഉണ്ടാക്കാൻ എനിക്കൊരു തോന്നൽ തന്ന അഹാന കൃഷ്ണയ്ക്ക് ബിഗ് താങ്ക്സ്. ഈ കേക്ക് ഉണ്ടാക്കാൻ നമ്മളൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ഉപയോഗിക്കുന്നുണ്ട്. അതെന്താണെന്ന് നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പം മനസ്സിലാവും കേട്ടോ. ഇതുണ്ടാക്കാൻ ഞാനൊരു സ്വേൾ കേക്ക് മോൾഡ് എടുത്തിട്ടുണ്ട്. സിലിക്കണിൻ്റെ മോൾഡാണിത്. 9 ഇഞ്ചാണ്. ആമസോണിൽ നിന്നാണ് മേടിച്ചത്. ഇനി ഇതിനെ നമുക്ക് കുറച്ച് കുക്കിംഗ് ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ ഒക്കെ ഒന്ന് തേച്ച് നന്നായിട്ട് അതൊന്ന് റെഡിയാക്കി വെക്കാം. അത്യാവശ്യം വലുപ്പമുള്ള ഒരു പാത്രം എടുത്ത് അതിൽ മുകളിൽ ഒരു അരിപ്പ് വെച്ചിട്ട് 1.5 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ അല്ലെങ്കിൽ മൈദ, 1/2 കപ്പ് കൊക്കോ പൗഡർ, ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, ബേക്കിംഗ് സോഡ 1 ടീസ്പൂൺ, ഉപ്പ് 1/4 ടീസ്പൂൺ, ഇത്രയും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1.5 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 3 മുട്ട ചേർക്കണം. അത് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച പൊടിയുടെയും പഞ്ചസാരയുടെയും കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. ശേഷം ഇതിലേക്ക് 125 ഗ്രാം ബട്ടർ ഉരുക്കിയത് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് നല്ല സ്ട്രോങ് ഇൻസ്റ്റൻറ്റ് കോഫി നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് ചൂടുവെള്ളത്തിൽ 2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ചേർക്കുന്നത് 1/2 കപ്പ് പാലാണ്. ചോക്ലേറ്റും കോഫിയും എപ്പോഴും നല്ല കോമ്പിനേഷനാണ്. അതുകൊണ്ട് ഇതിനകത്ത് കോഫി ചേർക്കുമ്പോൾ ഈ കേക്കിന് ഒന്നും കൂടെ രുചി അല്പം കൂടും. 2 ടീസ്പൂൺ വനില എസൻസും കൂടെ ഇതിലേക്ക് ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനിയാണ് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ്. മയണൈസാണ് ചേർക്കുന്നത്. 2 ടേബിൾ സ്പൂൺ മയണൈസും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മയണൈസ് ചേർക്കുമ്പോൾ നമ്മുടെ കേക്ക് ഒന്നുകൂടി സോഫ്റ്റ് ആകും. അങ്ങനെ കേക്കിൻ്റെ ബാറ്റർ നല്ല പാകത്തിന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് മോൾഡിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ അവൻ 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ടായിരിക്കണം. ഇനി നമുക്ക് ഇന്ന് എയർ ബബിൾസ് ഒക്കെ പോകാനൊന്ന് തട്ടിക്കളഞ്ഞു കൊടുത്തിട്ട് ഇതൊരു 45 മുതൽ 50 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. ബേക്ക് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പല അവനിൽ ടെമ്പറേച്ചറിന് ചെറിയ ചെറിയ വേരിയേഷൻസ് ഒക്കെ വരാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് അത് ഇടയ്ക്ക് നോക്കണം. പിന്നെ ഇത് ബേക്കായി പൊങ്ങി വരുമ്പോൾ ഈ ഹോളിൽ കൂടി ഇച്ചിരി താഴോട്ട് വീഴാൻ ചാൻസ് ഉണ്ട്. 45 മുതൽ 50 മിനിറ്റ് വരെ സമയമെടുത്തതിന് ശേഷം കേക്ക് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനിയും ഈ മോൾഡിൽ നിന്ന് സാവകാശം നമുക്ക് ഇളക്കി മാറ്റാം. എൻ്റെ കേക്കിൻ്റെ മാവ് കുറച്ച് ആ ഹോളിൽ കൂടെ ചാടിയായിരുന്നു. അതാണ് ഈ കാണുന്നത്. ഇതിൽ നിന്ന് എടുക്കുമ്പോൾ ഒരു സർപ്രൈസ് തന്നെയാണ് കേട്ടോ. എന്ത് ഭംഗിയാണെന്ന് നോക്കിയേ. ഇനി നമുക്കൊരു ചോക്ലേറ്റ് ഗനാഷ് തയ്യാറാക്കണം. ഇതിന് മുകളിൽ ഒഴിച്ചു കൊടുക്കാൻ. അതിന് 1/2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിനെ നമുക്കൊന്ന് ചൂടാക്കിയെടുക്കണം. ചൂടായ വിപ്പിംഗ് ക്രീമിലേക്ക് 1 കപ്പ് ചോക്ലേറ്റ് ചിപ്സ്, ഡാർക്ക് ചോക്ലേറ്റ് ചിപ്സാണ് ഞാൻ ചേർക്കുന്നത്. ഇത് ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. നല്ല അടിപൊളി ചോക്ലേറ്റ് ഗനാഷ് റെഡിയായിട്ടുണ്ട്. ഈ ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കിയതിന് ശേഷം അല്പം അതൊന്ന് തണുക്കാൻ സമയം കൊടുക്കണം. അപ്പോൾ കുറച്ചുകൂടെ കുറുകി കിട്ടും. ഇനി നമുക്ക് ഈ കേക്കിൻ്റെ ഷേപ്പ് അനുസരിച്ച് അതിലൂടെ ഇങ്ങനെ ചോക്ലേറ്റ് ഗനാഷ് സാവകാശം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഫ്രൂട്ട്സ് വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. ഞാൻ സ്ട്രോബെറി, ചെറി, റാസ്ബെറി ഇത്രയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ എടുത്തിരിക്കുന്നത് പുതിനയുടെ ഇലയാണ്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഈ ക്രിസ്മസിന് എല്ലാവരും ഈ ഒരു കേക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഈ മോൾഡ് എടുക്കണം എന്നൊന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ള മോൾഡിൽ അല്ലെങ്കിൽ സാധാരണ നമ്മൾ ബേക്ക് ചെയ്യുന്ന പാത്രത്തിൽ ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. രുചിയുടെ കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടി.
എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതുപോലെ സോഫ്റ്റാണ്, അത്രയ്ക്കും ടേസ്റ്റിയാണ്. മയണൈസൊക്കെ ചേർത്തതുകൊണ്ട് കേക്കിനൊരു എക്സ്ട്രാ സോഫ്റ്റ്നെസ് കിട്ടിയിട്ടുണ്ടെന്ന് വേണേൽ പറയാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.